കയ്യിൽ മുള്ളുള്ളത് മുള്ളുകൊള്ളാതെ മുള്ളിൻ്റെ സൈഡ് വരുമ്പോൾ പോലെ 25 കിലോ വരുമല്ലേ? കൂടുതൽ വരും. 30 കിലോ വരും. ഇതൊന്ന് വെട്ടാൻ 500 രൂപ കൂലി. ഇതൊരളവായി വെട്ടാൻ. ക്ലീനാക്കി തന്നാ മതിയാ. ക്ലീനാക്കാൻ തന്നെ ജോലി കണ്ടല്ലേ പറഞ്ഞ പാട്. നമ്മളീ കാണുന്നതാണ് അളുവ മീൻ. നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് നിന്ന് 8400 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. നമ്മുടെ ആൻറ്റിയുടെ കൈ കൊണ്ട് കട്ട് ചെയ്യാൻ കൊടുത്തപ്പോഴേ ആൻറ്റിയെ കൊണ്ട് ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 25 കിലോ വെയിറ്റ് പറഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി പറയുന്നതെന്ന് പറയാം അതിനേക്കാളും കൂടുതൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചുമടെടുക്കുന്ന ഒരു ചേട്ടനാണ് ഈ മീനെ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആൻറ്റിയെ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചെതമ്പലൊക്കെ എടുത്ത് മാറ്റാനും മീനിനെ തിരിച്ച് മറിച്ചെടുക്കാനൊക്കെ ഒരാളുടെ ആവശ്യമുണ്ട്. കാരണം അത്രയും സൈസായ ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇത് വെളിയിൽ നിന്ന് വന്നൊരു പയ്യനാണ് ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ 8400 രൂപയ്ക്ക് ഈ അളുവ മീൻ മുതലാകുമോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ ആദ്യം അയാളോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എത്ര ഒരു 5000 രൂപ കൊടുത്ത് കാണുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് 5000-നൊന്നും കിട്ടിയില്ല, 8400 രൂപ കൊടുത്താണ് ഞാൻ ഈ അളുവ മീൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ അളുവ മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വരുന്നുണ്ട്. നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അവിടെ ഇതുപോലെ വലിയ സൈസ് അളുവയൊക്കെ നമ്മുടെ തട്ടുമടിക്കാരും അതുപോലെ ചൂണ്ടയ്ക്കും ഇതുപോലെ അളുവ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചൂണ്ടയ്ക്കല്ല, തട്ടുമടിക്കാരാണ്. ഈ മടി വലിച്ചു കിടക്കുന്ന സമയമാണ് ഇതുപോലെ 1-2 ഈ അളുവ മീൻ അതുപോലെ ചെറിയ സൈസ് കലവ ഇങ്ങനത്തെ മീനുമായിട്ട് നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കട്ടിങ് കണ്ടുകൊണ്ട് നിന്നപ്പോഴേ എനിക്ക് തന്നെ അത് ഇഷ്ടപ്പെടാത്ത ഒരു രീതിയായിരുന്നു ആ ഒരു മീനിനെ മുറിക്കുന്നത്. കാരണം എന്താണെന്ന് പറയുക, ഇത് വാങ്ങിച്ച പയ്യൻ തന്നെയാണ് ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ രീതിക്കാണ് മീൻ വെട്ടേണ്ടത്, ആ സൈഡ് കട്ട് ചെയ്യണം, ഈ സൈഡ് കട്ട് ചെയ്യണം എന്ന് പയ്യൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന രണ്ടുപേരെയും കൊണ്ട് ഈ മീൻ കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന പയ്യൻ തന്നെയാണ് ആ മീനിനെ കട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാഴ്ചയും നമ്മുടെ ഈ വീഡിയോ കൂടെ തന്നെ കാണാൻ പറ്റുമേ. അപ്പോൾ പുള്ളിയുടെ ഐഡിയ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കീറി അതിൻ്റെ മുള്ള് വേറെ എടുക്കണം എന്നായിരിക്കാം എനിക്ക് ആ കട്ടിങ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ആൻറ്റി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കീറുമ്പോഴത്തേക്കും പയ്യൻ തന്നെയാണ് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ മീറ്റ് ആ മുള്ളൊന്ന് എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് ഈ വീഡിയോ കൂടെ കാണാൻ പറ്റുമേ. ഇപ്പോൾ വളരെയേറെ ഫ്രഷ് ആയിട്ടുള്ളൊരു മീനാണ്. ഇപ്പോൾ തട്ടുമടിക്ക് വന്ന മീനാണ് ആ പയ്യ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ആ മീനിനെ ഇട്ട് കാണിക്കുന്ന ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഇഷ്ടപ്പെടാത്ത ഒരു രീതിയാണ്. പുള്ളി കട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ. കറക്റ്റായിട്ട് ആ മുള്ളുന്ന ആ മീറ്റിനെ പുള്ളി മാറ്റുന്നുണ്ട്. എന്നാലും നമ്മൾ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ടി ഇങ്ങനെ കട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ വയറ് പയ്യൻ കീറി വിടുന്നത്. പിന്നെ നമ്മുടെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അമ്മച്ചിമാരൊക്കെ തീരെ വയസ്സായ ആൾക്കാരാണ് കേട്ടോ. ഇത്രയും വലിയ സൈസ് മീനൊക്കെ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെ കീറാനും പിടിക്കാനും പൊക്കാനും ഒന്നും പറ്റത്തില്ല. ഒരാളുടെ സഹായം തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ അളുവ മീനിൻ്റെ ഒരു പീസ് അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.